ഓക്കെ, സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം. ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത്തിരി ചിന്തിച്ച് ബുദ്ധിയോടെ ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അത് ഈ വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്കും ക്ലൈമാക്സിൽ ഞാൻ ചോദിക്കും. എല്ലാവരും മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2017 ഒരു ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വിഷ് അപ്പ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താഗ്രഹവും സാധിച്ചു തരുന്ന ഒരു പെട്ടി, എന്ത് പറഞ്ഞാലും സാധിച്ചു തരും. പക്ഷെ ചൈനീസ് ഭാഷയിലാണ് ആ പെട്ടിക്കുള്ളിൽ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആ പെട്ടി എടുക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരവസരത്തിൽ ആ പെട്ടിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഈ മൂവിയിൽ സംഭവിക്കുന്ന അതും അവർ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അതെല്ലാം എന്താണ് ആ പെട്ടിക്കുള്ളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. അപ്പോൾ ഈ മൂവി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്, അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഒരു ലൈക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. ഈ കഥയുടെ തുടക്കത്തിൽ ജോവാന എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കാണിക്കാണ്. അവരിപ്പോൾ അവരുടെ വീടിന്റെ മുകളിലുള്ള ഒരു ഭാഗത്ത് നിന്നും എന്തോ ഒരു കാര്യം തുണിയിൽ പൊതിഞ്ഞിട്ട് അത് വീടിന് വെളിയിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ വേസ്റ്റ് ബക്കറ്റിൽ ഇടുന്നുണ്ട്. അതുപോലെ ജോവാനയ്ക്ക് ഒരു മകളുണ്ട്, അവളുടെ പേര് ക്ലെയർ എന്നാണ്. അതുപോലെ ക്ലെയറിന് മാക്സ് എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ട്. അതുമായിട്ട് എപ്പോഴും അവൾ വെളിയിൽ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ക്ലെയർ അവളുടെ നായയായിട്ട് വെളിയിലേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അമ്മ കരയുന്നത് പോലെ ഒരു ശബ്ദം അവൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വീടിനകത്തേക്ക് അവൾ ഓടിക്കയറുന്നതും മുറിയിൽ അമ്മയെ കാണുന്നില്ല. പക്ഷേ മുകളിലത്തെ റൂമിൽ അമ്മയുടെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ക്ലെയർ താഴെ നിന്ന് നേരെ മുകളിലേക്ക് ഓടിക്കയറിയിട്ട് അവളുടെ അമ്മ നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വേറെ ഒന്നല്ല, അവളുടെ അമ്മ തൂങ്ങി മരിച്ചേക്കാണ്. അങ്ങനെ ക്ലെയറിന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 12 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ക്ലെയറിനെ കാണിക്കുമ്പോൾ അവൾ അവളുടെ അച്ഛനായിട്ടുള്ള ജോനതനുമായിട്ടാണ് ജീവിക്കുന്നത്. ജോനതൻ ഒരു മ്യൂസീഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവൻ ഓരോ സിറ്റി ഇങ്ങനെ മാറി മാറിയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ അവന് വീട്ടിൽ നിൽക്കാനായിട്ട് എപ്പോഴും സമയം ഉണ്ടാകത്തില്ല. പക്ഷെ ജോന മരിച്ചതുകൊണ്ട് തന്നെ തന്റെ മകളെ നോക്കാൻ വേണ്ടി തന്റെ പ്രൊഫഷണലായിട്ടുള്ള ആ ജോലി വിട്ടിട്ട് അവനിപ്പോ ഒരു ക്ലീനർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഈ വണ്ടിയിൽ പോയിട്ട് വേസ്റ്റ് ബക്കറ്റിൽ നിന്നും വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോവല്ലോ, അങ്ങനെ ഒരു ജോലി. ക്ലെയർ ആണെങ്കിലോ അവളുടെ നായയായിട്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കുന്നു. അതുമല്ല നമ്മുടെ ക്ലെയറിനാണെങ്കിൽ അവളുടെ അച്ഛൻ ഇതുപോലൊരു ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ തന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഭയങ്കരമായിട്ടുള്ള നാണക്കേടുണ്ട്. കാരണം വേറെ ഒന്നല്ല, അവരുടെ സ്കൂളിന് മുന്നിലെ വേസ്റ്റ് കളക്ട് ചെയ്യാനും അവളുടെ അച്ഛൻ വരാറുണ്ട്. കൂടാതെ നമ്മുടെ ക്ലെയറിന് സ്കൂളിലെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളുണ്ട്, മെറിഡിത്ത് അതേപോലെ തന്നെ ജൂൺ. ഇങ്ങനെയാണ് നമ്മുടെ ക്ലെയറിന്റെ ജീവിതം പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ക്ലെയർ വലിയൊരു ബാനർ റെഡിയാക്കി ഈ സ്കൂളിൽ കൊണ്ട് വെക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഡാർസി എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. അവൾക്കാണെങ്കിൽ ഈ ക്ലെയറിന് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവൾ ആ ബാനറിൽ കോഫി എടുത്ത് ഒഴിച്ചിട്ട് അവളെ കളിയാക്കി നടന്നങ്ങ് പോവും. പക്ഷെ അപ്പോൾ നമ്മുടെ ക്ലെയറിന് അവളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ലഞ്ച് ടൈം ആകുമ്പോഴത്തേക്കും ക്യാൻറ്റീൻ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ഡാർസിയെ കളിയാക്കാൻ വേണ്ടി അവളുടെ ആ ഒരു റിവഞ്ച് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഡാർസിയെ ക്ലെയർ കളിയാക്കും. അങ്ങനെ ആദ്യം രണ്ടുപേരും നോർമലായിട്ട് സംസാരിച്ച് നിന്ന് അവസാനം ഡാർസി നമ്മുടെ ക്ലെയറിനെ പിടിച്ച് തള്ളിയിട്ട് രണ്ടുപേരും താഴെ കിടന്ന് അടിയുണ്ടാക്കുകയാണ്. അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് ക്ലെയർ നേരെ ഡൂക്ക എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ വന്ന് കാണുന്നുണ്ട്. ഇവരുടെ അയൽക്കാരിയാണ്, ക്ലെയറിന് അത്ര ഇഷ്ടമുള്ളൊരു സ്ത്രീ. അങ്ങനെ അവൾക്ക് മുഖത്ത് ഐസെല്ലാം വെച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ക്ലെയർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അച്ഛനുണ്ടല്ലോ വീടിന് വെളിയിലിരിക്കുകയാണ്. അതുപോലെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, ഏയ് ഞാൻ ഈ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യാൻ പോയപ്പോൾ ഇതുപോലൊരു ബോക്സ് കിട്ടി, നിനക്ക് വേണമെന്ന് ചോദിച്ചു. അതുമല്ല ഇതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് ചൈനീസ് ആണ്, കണ്ടതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് എടുത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ക്ലെയറിന് ആ ബോക്സ് കൊടുക്കും. അങ്ങനെ ക്ലെയർ അത് റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ബോക്സ് തുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് തുറക്കാനായിട്ട് കഴിയുന്നില്ല, ഭയങ്കര പാടാണ്. അങ്ങനെ കുറേ നേരം അത് നോക്കിയിട്ട് അവസാനം അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം മാത്രം അവൾക്ക് മനസ്സിലായി, 7 ആഗ്രഹങ്ങൾ പറയാൻ കഴിയുമെന്ന്. അപ്പോഴേക്കാണ് മെറിഡിത്ത് ഉണ്ടല്ലോ ക്ലെയറിന്റെ സുഹൃത്ത് അവൾക്കൊരു മെയിൽ അയക്കുന്നത്. അതെടുത്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും സ്കൂളിൽ കിടന്ന് വഴക്കുണ്ടാക്കിയല്ലോ, ആ കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ലീക്കായി. ഇതുകൂടി കാണുന്നത് നമ്മുടെ ക്ലെയറിന് അത്രയും ദേഷ്യം വന്നിട്ട് അവളിപ്പോൾ വെറുതെ ഈ ബോക്സിൽ 7 ആഗ്രഹങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവൾ വെറുതെ പറയുന്നുണ്ട് ഇതുപോലെ ഡാർസിയുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കണമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാവുന്നത് നമ്മുടെ ക്ലെയർ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അപ്പോഴാണ് ഈ ബോക്സ് ഉണ്ടല്ലോ അത് തനിയെ തുറക്കുന്നു. തുറന്ന ശേഷം ആ ബോക്സിനുള്ളിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറേ നേരം ആ ഒരു മ്യൂസിക് തന്നെ പ്ലേ ആയിട്ട് ബോക്സ് താനെ തന്നെ അടയുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ക്ലെയർ എഴുന്നേൽക്കുമ്പോൾ അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാല് ഡാർസി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ മുഖം ഉണ്ടല്ലോ എന്തോ പൊള്ളലേറ്റു. അതുപോലെ അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ഇതുകൂടി ആവുന്നത് നമ്മുടെ ക്ലെയറിനെ ഇനി ആ പെട്ടിയിൽ നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് സംഭവിച്ചത് എന്നറിയത്തില്ല. എന്നിരുന്നാലും നമ്മുടെ ക്ലെയറിന് നല്ല സന്തോഷമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് വരുമ്പോൾ മാക്സ് എന്ന് പറഞ്ഞ അവളുടെ ഡോഗ് ഉണ്ടല്ലോ അതിനെ ഇപ്പോൾ വീട്ടിൽ കാണാനില്ല. അവൾ എല്ലായിടത്തും അതിനെ നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയും കാണാത്തത് കൊണ്ട് തന്നെ അടുത്ത വീടിന്റെ പുറകിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ, ആ നായ അവിടെ മരിച്ചിടക്കുന്നതാണ്. ഇത് കണ്ട ക്ലെയർ നല്ലതുപോലെ കരയും. കാരണം
അവൾ അത്രയാ നായനെ സ്നേഹിച്ചിരുന്നു. കൂടാതെ അവളുടെ അമ്മ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ആ ഒരു നായെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലെയർ നേരെ സ്കൂളിലേക്ക് ചെന്ന് ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അത് അവളുടെ ചൈനീസ് ടീച്ചറുണ്ട്, പുള്ളിക്കാരനെ കാണിച്ചിട്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ടീച്ചറിന് അത് എന്താണെന്ന് വായിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഇത് കുറച്ച് പഴയ ചൈനീസ് വാക്കുകളുണ്ടല്ലോ, ആ കാലഘട്ടത്തിലെ ലിപികളെല്ലാം യൂസ് ചെയ്ത് എഴുതിയിരിക്കുന്നത് അതുപോലെയുള്ളതാണ്. അതുകൊണ്ട് അയാൾക്ക് വായിക്കാൻ അറിയത്തില്ല. അപ്പോഴാണ് ഇവരുടെ ക്ലാസ്സിലെ റിയാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചൈനീസ് പയ്യനുണ്ട്. അവൻ പറയും, എന്റെ സഹോദരിക്ക് ഇതുപോലെയുള്ള ചൈനീസ് എല്ലാം വായിക്കാൻ അറിയാം, പക്ഷെ അവൾ ഇത് വായിച്ച് തരണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള പണം അവൾ ചോദിക്കും എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ നമ്മുടെ ക്ലെയറിന്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ സഹോദരിയോട് ആ കാര്യം ചോദിക്കാനായിട്ട് അവൾ എന്തായാലും തയ്യാറാവത്തില്ല. അതുമല്ല, നമ്മുടെ ക്ലെയറിനെ അവൾ പഠിക്കുന്ന ആ ഒരു സ്കൂളിലെ പോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനുണ്ട്. കാണാൻ ഇത്തിരി സൗന്ദര്യമുള്ള എല്ലാ പെൺകുട്ടികളും നോക്കുന്ന ഒരു പയ്യനാണ്. അവരോട് നല്ല ക്രഷ് ഉണ്ട്. പക്ഷെ അവനാണെങ്കിൽ ആൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലെയർ എന്താ ചെയ്യുന്ന വെച്ചാൽ രാത്രിയിൽ അവന്റെ അക്കൗണ്ടിൽ എടുത്ത് നോക്കി അത് കഴിഞ്ഞ ആ ബോക്സ് ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ട് ഒരു ആഗ്രഹം പറയാണ്, ഇതുപോലെ പോൾ എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ തന്നെ സ്നേഹിക്കണമെന്ന്. അങ്ങനെ ഈ ആഗ്രഹം ബോക്സിനോട് പറഞ്ഞിട്ട് അടുത്ത ദിവസം ആവുമ്പോൾ തന്നെ പോൾ എന്ന് പറഞ്ഞ ആ പയ്യൻ ക്ലെയറിന്റെ അടുത്തേക്ക് വന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അതുമല്ല, അവന്റെ പഴയ കാമുകയുണ്ടല്ലോ അവളെ ഇഗ്നോറും ചെയ്യുന്നുണ്ട്. ഇതുകൂടി ആവുന്നത് ക്ലെയറിന് അത്രയും സന്തോഷമായി. അങ്ങനെ അന്നത്തെ ദിവസം അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവളുടെ അച്ഛനൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് പറയുന്നുണ്ട്, അവളുടെ അങ്കിള് മരിച്ചുപോയെന്ന്. പക്ഷെ അവർക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാണെന്ന്. കാരണം അയാളൊരു നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇത്ര പെട്ടെന്ന് മരണപ്പെടണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇത് കാരണം, അപ്പൊ നമുക്കറിയാലോ എന്തായാലും ആ ഒരു ബോക്സ് കാരണമാണ് ഇത് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ക്ലെയർ നേരെ ചെന്നിട്ട് ആ ബോക്സ് എടുത്ത് വെച്ച് അതിൽ ഒരാഗ്രഹം കൂടി പറയുന്നുണ്ട്. അതെന്താണെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ദിവസം ആ അങ്കിൾ ഉണ്ടല്ലോ മരിച്ചുപോയ അയാള് അത്യാവശ്യം പണക്കാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ സ്വത്തും കാര്യങ്ങളെല്ലാം ഇനി നമ്മുടെ ക്ലെയറിന്റെ അച്ഛനാണ് നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു കാര്യം പറയുന്നതും ഇവർ രണ്ടുപേരും നേരെ സാധനങ്ങളുമായിട്ട് അങ്കിളുടെ വീട്ടിലേക്ക് ചെല്ലും. കാരണം അയാളൊരു വലിയ പണക്കാരനാണ്, അയാൾക്ക് വേറെ ഭാര്യ കുട്ടികളൊന്നുമില്ല, പിന്നെ വലിയ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം ഒറ്റയടിക്കാണ് മറ്റൊരു ലെവലിലേക്ക് മാറുന്നത്. അതുപോലെ ഇങ്ങനൊരു മാറ്റം നമ്മുടെ ക്ലെയറിന് സംഭവിച്ചത് കൊണ്ട് തന്നെ അവളുടെ സുഹൃത്തുക്കളുണ്ടല്ലോ മെർഡിത്ത് അതേപോലെ തന്നെ ജോൺ, ഇവരെ രണ്ടുപേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള പണം ഇതെല്ലാം ചെലവാക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവൾ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പൊ ഷോപ്പിങ്ങിന് പോയിട്ട് വില കൂടിയ ബാഗ് വാങ്ങുന്നത്, മേക്കപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇങ്ങനെ പണം എങ്ങനെയൊക്കെ ചെലവാക്കാൻ കഴിയും അതുപോലെയെല്ലാം നമ്മുടെ ക്ലെയർ ആ പണമെല്ലാം ചെലവാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് തന്റെ റൂമിലിരിക്കുമ്പോഴത്തേക്കാണ് ആ ബോക്സ് ഉണ്ടല്ലോ അത് താനെ ഓപ്പൺ ആവുന്ന കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ക്ലെയർ ഓടി ആ ബോക്സിന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ അതിനകത്ത് നേരത്തെ കേട്ടതുപോലെ തന്നെ ആ ഒരു മ്യൂസിക് കുറച്ചു നേരം കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ ബോക്സ് താനെ തന്നെ അടയുകയും ചെയ്യുന്നു. അതേസമയം മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഡൂക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലെയറിന് ഇഷ്ടമുള്ള ആ ഒരു ആന്റി ഉണ്ടല്ലോ, അവരുടെ വീട്ടിലെ അവരെന്തോ ഒരു കാര്യം ശരിയായിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു മെഷീനായിരുന്നു, അതിനുള്ളിലേക്ക് കൈവിട്ട് അവരുടെ കൈ മുറിഞ്ഞ് രക്തം ഒരുപാട് പോയിട്ട് അവിടെ വെച്ച് മരിക്കുകയും ചെയ്യാണ്. പക്ഷെ അവരുടെ വീട്ടിൽ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ആരും അവർ മരിച്ച ഈ കാര്യം അറിയുന്നത് പോലുമില്ല. ഇവിടെ ക്ലെയറിന്റെ അടുത്ത് കാണിക്കുമ്പോൾ ആ ബോക്സ് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് അത് കഴിഞ്ഞ് അത് തനിയെ തന്നെ അടയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് നമ്മുടെ ജോനതൻ ഉണ്ടല്ലോ ക്ലെയറിന്റെ അച്ഛൻ, ക്ലെയറിന്റെ അമ്മ വരച്ച ഒരു പെയിന്റിങ് ക്ലെയറിനെ കൊണ്ടുവന്നതിനെ കാണിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, പിന്നെ എന്തിനാ നിന്റെ അമ്മ ഇങ്ങനെ ചെയ്തത്, അതിന് കാരണം മാത്രമാണ് നമുക്ക് അറിയാത്തത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അന്ന് രാത്രിയാകുമ്പോൾ നമ്മുടെ ക്ലെയർ അവളുടെ അമ്മയുടെ മരണ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൾ ഈ ബോക്സിനെ പറ്റിയുള്ള ഒരു സ്വപ്നവും കാണുന്നുണ്ട്. ഈ ബോക്സ് തുറക്കുന്നത് പോലെയും അതേപോലെ തന്നെ അവളുടെ വീടിന് വെളിയിൽ ആരോ ഒരാൾ അവരെ നിരീക്ഷിക്കുന്നത് പോലെ ക്ലെയർ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലെയർ ആ ബോക്സിൽ എഴുതിയിരിക്കുന്ന ചൈനീസ് വാക്കുകളുണ്ടല്ലോ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വീണ്ടും റയാനെ പോയി കാണും. കാരണം ഇത്തവണ അവളുടെ കയ്യിൽ എന്തായാലും പണമുണ്ട്. എന്നിട്ട് അവന്റെ കസിൻ ഉണ്ടല്ലോ അവളെ പോയി ഇവർ കാണുകയാണ്. അപ്പൊ അവളുടെ പേര് ജീന എന്നാണ്. അങ്ങനെ ഈ ബോക്സ് നേരെ അവളുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്കും അവളത് നോക്കിയിട്ടാണ് പറയുന്നത്, ഇതൊരു വിഷ്പോട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ക്ലെയർ പറയും അതെ, പക്ഷെ അതിൽ ബാക്കി എഴുതിയിരിക്കുന്ന ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ജീന നല്ലതുപോലെ തന്നെ അത് വായിച്ചു നോക്കിയിട്ടാണ്, ഓക്കെ 7 ആഗ്രഹങ്ങൾ നിനക്ക് ഇതിനോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്ന വ്യക്തി ഈ ബോക്സ് 2 കൈകൾ കൊണ്ട് പിടിച്ചിട്ട് വേണം ചോദിക്കാനായിട്ട്. ആഗ്രഹങ്ങൾ കഴിഞ്ഞാൽ എന്തായാലും ഈ ബോക്സ് അവർക്ക് വലിച്ചെറിയാം എന്നും ജീന പറയും. എന്നിട്ടാണ് ആ ബോക്സിന് അടിയിൽ നോക്കുമ്പോൾ ലൂ മേ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുടെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ജീന ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ലൂ മേ എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ഫോട്ടോ അവർ കാണുന്നത്. അവരുടെ കയ്യിൽ ഈ പെട്ടി ഉണ്ടായിരുന്നു. അതും 1910 ലൂ മേയും അവളുടെ ഫാമിലിയും പ്ലേഗ് കാരണം ക്വാറന്റൈനിൽ ജീവിക്കായിരുന്നു. അതും ഒരു ട്രെയിൻ കമ്പാർട്ട്മെന്റിലെ. അങ്ങനെ അവരെ സഹായിക്കാതെ മറ്റുള്ളവരെല്ലാം ഈ പ്ലേഗ് കാരണം ആരും അവരുടെ ഫാമിലിയുടെ അടുത്തേക്ക് ചെല്ലത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ, ഫുഡില്ലാത്തൊരവസ്ഥ, ഇതെല്ലാം കാരണം അവളുടെ ഫാമിലിയിലുള്ള ബാക്കി എല്ലാവരും മരണപ്പെടുകയാണ് ചെയ്തത്. ആരും അവരെ സഹായിക്കാനായിട്ട് ചെന്നില്ല. അങ്ങനെ ലൂമേ മാത്രമാണ് അതിൽ രക്ഷപ്പെട്ടത്. അതുപോലെ ലൂമയുടെ കയ്യിൽ ആ മ്യൂസിക് ബോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം രക്ഷപ്പെട്ട ലൂമയ്ക്കാണെങ്കിലോ
ബാക്കിയുള്ള ജനങ്ങളോട് അത്രയും ദേഷ്യമായി. കാരണം തന്റെ കുടുംബം മരിച്ചതുകൊണ്ട്. അങ്ങനെ ലൂമിയ ഒരു അമ്പലത്തിലേക്ക് പോയിട്ട് 7 ദിവസം അവിടെ വലിയൊരു പ്രാർത്ഥന തന്നെ നടത്തി. 7 ഡേയും 7 രാത്രിയിലും അവൾ വലിയൊരു പൂജ തന്നെ നടത്തി. അങ്ങനെ 7ാമത്തെ രാത്രിയിൽ അവളെ കാണാൻ വന്നത് ഒരു ഡീമനായിരുന്നു. എന്നിട്ട് യൂമ എന്ന് പറഞ്ഞ ആ സ്ത്രീയോട് ഒരാഗ്രഹം ചോദിക്കാൻ പറഞ്ഞു. അതും ആ ഡീമൻ അവളുടെ മ്യൂസിക് ബോക്സിനുള്ളിലേക്കാണ് കയറിക്കൂടിയത്. എന്നിട്ട് അവളോട് 7 ആഗ്രഹങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇതുകൂടിയാവുന്നത് ലൂമ എന്താ ചെയ്തെന്നറിയോ? അവളുടെ ആഗ്രഹങ്ങളെല്ലാം ചോദിച്ചിട്ട് അവളുടെ ശത്രുക്കളെ എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. അതുമല്ല, അവളുടെ ജീവിതവും നല്ലതുപോലെ മാറാൻ തുടങ്ങി. പക്ഷെ എന്തൊക്കെയായാലും 1922 ലൂമെ സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് ജീന മറ്റൊരു കാര്യം കൂടി വായിക്കുന്നുണ്ട്. ഈ മ്യൂസിക് ബോക്സ് തുറന്ന് അതിലെ മ്യൂസിക് പ്ലേ ആയിട്ട് അത് നിന്ന് കഴിഞ്ഞാൽ വളരെ ഭയാനകമായിട്ടുള്ള കൊടൂരായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമെന്ന്. അങ്ങനെ ജീനയെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ഇവരോട് പറയും, ശരി, ബാക്കി കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാമെന്നും പറഞ്ഞ് നമ്മുടെ റയാനുമായിട്ട് അവൾ തിരിച്ചു വരികയാണ്. അങ്ങനെ കാറിൽ തിരിച്ചു വരുന്ന സമയത്താണ് അവളുടെ അച്ഛൻ വീണ്ടും ഈ വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്യുന്ന ആ ഒരു ജോലി തന്നെ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും ക്ലെയറിന് അച്ഛൻ പിന്നെ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന, കാരണം ഇവർക്ക് നല്ലൊരു ജീവിതം ഇപ്പൊ കിട്ടിയല്ലോ. അത് കാരണം അവൾക്ക് ആകെ നാണക്കേട് പോലെയായി. നേരെ ചെന്നിട്ട് അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ വീണ്ടും ഈ ജോലി തന്നെ ചെയ്യുന്നേ എന്നെല്ലാം പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവൾ വീണ്ടും ഈ ബോക്സിനോടൊരു ആഗ്രഹം പറയാൻ പോവാണ്. പക്ഷെ ഇതിന് വിപരീത ഫലമായിട്ട് എന്ത് സംഭവിക്കുന്ന പോലും അവൾ ആലോചിക്കുന്നില്ല. അങ്ങനെ ഇവരുടെ ഈ ഒരു ജീവിതം ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ ഇപ്പൊ ചെയ്യുന്ന ഈ ഒരു ജോലി, അതിനെല്ലാം ഒരു മാറ്റം വരണമെന്നുള്ള രീതിയിൽ ആഗ്രഹം പറയുന്നതും ആ മ്യൂസിക് ബോക്സ് അങ്ങനെ തുറക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ മ്യൂസിക് പ്ലേ ആവുമ്പോൾ അതേ സമയം തന്നെ മറ്റൊരിടത്തൊരു കാര്യം സംഭവിക്കുന്നു. ജീന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു കാര്യം അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ. അതുമല്ല, അവൾ ഈ ബോക്സിനെ പറ്റി കണ്ടുപിടിച്ച കാര്യം അവളുടെ ലാപ്ടോപ്പിൽ ആർക്കൊരാൾക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ള കാര്യം റയാനോട് അവൾ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് അവൾക്ക് വലിയ രീതിയിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ച് അതിൽ അവൾ മരണപ്പെടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ റയാൻ ജീനയെ വിളിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്ക് അവൾ ഫോൺ എടുക്കുന്നില്ല. എന്താണെന്ന് കാര്യം അറിയാതെ അവൻ നേരെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ കൊടൂരമായിട്ടുള്ള അവസ്ഥയിൽ മരണപ്പെട്ട് കിടക്കുന്ന ജീനയാണ് അവൻ കാണുന്നത്. അതുപോലെ ജീനയുടെ ലാപ്ടോപ്പിൽ റയാൻ അവൾ അയച്ച ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതെന്താണെന്ന് അവൻ കാണുന്നുണ്ട്. സത്യത്തിൽ അതെന്താന്ന് വെച്ചാലേ, ഈ ബോക്സിനോട് ആരെങ്കിലും ഒരു ആഗ്രഹം ചോദിച്ച് അവർക്കത് സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ആഗ്രഹം നടത്തി കൊടുത്തതിന് വേണ്ടിയിട്ട് ആ ബോക്സ് വാങ്ങിക്കുന്നത് മറ്റൊരാളുടെ ജീവനായിരിക്കും. അതും ആഗ്രഹം ചോദിക്കുന്നത് ആരാണോ അവർക്ക് വേണ്ടപ്പെട്ടവര്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലെയർ ഓരോ തവണയും ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അടുത്ത ദിവസം തന്നെ ഓരോരുത്തരായിട്ട് മരണപ്പെട്ടത്. പക്ഷെ ഇത് നമ്മുടെ ക്ലെയറിന് അറിയത്തില്ല. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ റയാൻ നേരെ ക്ലെയറിനെ വന്ന് കണ്ടിട്ട് അവളോട് ചോദിക്കും, അല്ല, ഇന്നലെ നീ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ചോദിച്ചിരുന്നോ ആ ബോക്സിനോട് എന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഇല്ല എന്ന് പറയും. അപ്പോൾ അവൻ പറയുന്നുണ്ട്, കാരണം ഇത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, നീ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയുമ്പോൾ അവള് ഇല്ലാന്ന് തന്നെ പറയും. പക്ഷെ അവൻ അറിയാം അവൾ കള്ളം പറയാണെന്ന്. അങ്ങനെ അവൾ അത് കാര്യമാക്കാതെ അവൾ നേരെ ക്ലാസ് റൂമിലേക്ക് ചെല്ലുകയാണ്. കാരണം ഇപ്പൊ അവൾക്ക് ചെറിയൊരു വിഷമമുണ്ട്. മറ്റൊന്നുമല്ല, ഈ ആഗ്രഹങ്ങൾ ഒരുപാട് ചോദിച്ചാൽ അതെല്ലാം സാധിച്ചത് കൊണ്ട് തന്നെ ഇപ്പൊ അവൾക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് മാറണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ ആരും അവളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പെണ്ണായിട്ട് തനിക്ക് മാറണം എന്നുള്ള ആഗ്രഹം ആ ഒരു ബോക്സിനോട് ചോദിക്കുമ്പോൾ അടുത്ത ദിവസം മുതലേ അവളുടെ ജീവിതം അതുപോലെ തന്നെ മാറുകയാണ്. സ്കൂളിലുള്ള എല്ലാവരും അവളെ ശ്രദ്ധിക്കുന്നു. ആ സ്കൂളിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് അവൾ മാറുകയാണ്. അങ്ങനെ ഈ രീതിയിലാണ് ഇനിയുള്ള അവളുടെ ജീവിതം അവളുടെ സുഹൃത്തുക്കളായിട്ട് ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ക്ലെയർ ഡൂക്ക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയെ കാണാനായിട്ട് അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരവിടെ ഇല്ല. അങ്ങനെ ഡോർ തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവർ മരിച്ചു കിടക്കുന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തരായിട്ട് മരണപ്പെടുകയാണെന്ന്. ഇത് കാരണം അവൾക്ക് അത്രയും കുറ്റബോധം തോന്നിയിട്ട് അത് കഴിഞ്ഞ് മെറിഡിത്ത് ആൻഡ് ജൂൺ ഇവരോട് രണ്ടുപേരോടും ഈ ബോക്സിനെ പറ്റിയുള്ള എല്ലാ കാര്യവും അവൾ പറയും. ഈ മ്യൂസിക് ബോക്സിനോട് 7 തവണ എനിക്ക് ആഗ്രഹങ്ങൾ ചോദിക്കാം, പക്ഷെ ഓരോ തവണ ചോദിക്കുമ്പോഴും മറ്റൊരാളുടെ ജീവൻ, അതും എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ജീവൻ അതെടുക്കും. അപ്പോൾ മെറിഡിത്ത് ഇത് കേട്ടിട്ട്, ഏയ്, ഇതൊക്കെ ആരെങ്കിലും ഈ കാലത്ത് വിശ്വസിക്കുന്നതാണോ? ഇതെല്ലാം യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കാം. അപ്പോൾ നമ്മുടെ ജൂൺ ഇത് കേട്ടിട്ട് പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നീ ആ ബോക്സ് എവിടെയെങ്കിലും കൊണ്ട് കളയി, ഇപ്പോഴും കയ്യിൽ വെച്ചേക്കുന്ന എന്തിനാ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ക്ലെയർ ഇപ്പോൾ ആ ബോക്സ് കൊണ്ട് കളയാൻ പോവാണ്. പക്ഷെ അവൾ അങ്ങനെ കളയാൻ കൊണ്ട് പോകുമ്പോഴും അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ ആലോചിക്കുന്നുണ്ട്. കാരണം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവളത് കളയത്തില്ല, പകരം ഒരിടത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെക്കും. ഇനിയിപ്പോൾ ആ ബോക്സ് ഇല്ലാതെ സാധാരണ ജീവിതം തന്നെ ജീവിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അവളുടെ ജീവിതം സാധാരണ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് അവൾ അവളുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവനെ കാണുന്നത്. ഇത്തവണ അവനെ കാണുമ്പോൾ അവൻ മറ്റൊരു പെൺകുട്ടിയായിട്ട് കാറിനകത്ത് ഇരിക്കുന്നത് അവൾ കാണും. അവളെ എന്തായാലും അവൻ ചതിക്കുമായിരുന്നു. അതുമല്ല, അവളെ മറ്റൊരാളെ വിട്ടിട്ട് അവൻ ഫോളോയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ക്ലെയറിന് അവനോട് നല്ല ദേഷ്യം വന്നിട്ട് അവനായിട്ട് ബ്രേക്കപ്പ് ആവുകയാണ്. എന്നിട്ട് ഈ കാര്യം പറയാൻ വേണ്ടി മെറിഡിത്തും അതേപോലെ തന്നെ ജൂൺ ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ പിടിച്ചോണ്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തീ പിടിച്ച എന്തോ ഒരു കാര്യം ഇവരുടെ മുകളിലേക്ക് വീടായിട്ട് വരുന്നുണ്ട്.
പക്ഷെ അതിനു മുന്നേ തന്നെ ജൂൺ അവരെ പിടിച്ചങ്ങ് മാറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി സംഭവിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജൂൺ ഉണ്ടല്ലോ, അവൾ ഇതെല്ലാം വിശ്വസിക്കാൻ തുടങ്ങി. കാരണം അവൾ ആ ബോക്സ് കൊണ്ട് കളഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അവളുടെ ബോയ് ഫ്രണ്ട് പോയി, പിന്നെ ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിക്കാൻ വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും മറ്റൊരു ബിൽഡിങ്ങിനകത്തേക്ക് കയറിയിട്ട് ഇവിടെ വെച്ചൊരു ഗെയിം കളിക്കാമെന്ന് പറഞ്ഞ്, അതൊരു മോൺസ്റ്റർ ഗെയിമാണ്. എന്താണെന്ന് വെച്ചാൽ ഫോണും കൊണ്ട് ഓരോ ഫ്ലോറിൽ പോയിട്ട് അവിടെ മോൺസ്റ്ററിനെ കണ്ടുപിടിക്കണം, അതാണ് ഗെയിം. അങ്ങനെ ആ ഗെയിം കളിക്കാൻ വേണ്ടി നമ്മുടെ ജൂൺ ആദ്യം 26ാമത്തെ നിലയുണ്ടല്ലോ അവിടേക്ക് പോവും. അവിടേക്ക് ചെന്നിട്ട് അവൾ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം ഇവിടെ താഴെ നമ്മുടെ ക്ലെയർ ജൂൺ ഉണ്ടല്ലോ അവളോട് പറയും, ഏയ് ഞാനൊരിക്കലും ആ ബോക്സ് കളഞ്ഞില്ല, അത് ഞാൻ ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നത് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും മുകളിൽ മെർഡിത്ത് ഉണ്ടല്ലോ, അവള് ഗെയിമെല്ലാം കളിച്ചിട്ട് അവസാനം ആ ഒരു ലിഫ്റ്റിലേക്ക് കയറും. എന്നിട്ട് താഴേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഈ ലിഫ്റ്റ് താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ലിഫ്റ്റ് വർക്കാവുന്നില്ല. അതേസമയം ജോനതൻ ഉണ്ടല്ലോ, ക്ലെയറിന്റെ അച്ഛൻ, അവൻ ഇപ്പോൾ കാർ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അവന്റെ കാറിന്റെ ടയർ പെട്ടെന്ന് പഞ്ചറാവും. എന്തോ അപകടം സംഭവിക്കാതെ കാർ ഒരിടത്തേക്ക് നിർത്തിയിട്ട് ഈ കാറിന്റെ ടയർ മാറ്റും. അപ്പോൾ മറ്റൊരു കാറ് സഹായത്തിനായിട്ട് ഇങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് നിർത്തുമ്പോൾ ആ കാറിന്റെ ടയർ തെറിച്ച് ജോനതൻ ഇടിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവൻ ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടു. അതേസമയം ഇവിടെ മെഡിത്തിനെ കാണിക്കുമ്പോൾ അവൾ ആ ലിഫ്റ്റിലെ കുടുങ്ങിങ്ങനെ നിൽക്കുകയാണല്ലോ. പെട്ടെന്നാണ് ലിഫ്റ്റ് പൊട്ടിയിട്ട് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അത് നല്ല വേഗതയിൽ അത്രയും നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് കൊണ്ട് തന്നെ ആ വീഴ്ചയിൽ മെഡിത്ത് അതിനകത്ത് വെച്ച് തന്നെ മരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കാരണം നമ്മുടെ ക്ലെയർ നേരെ റിയാനെ കാണാനായിട്ട് ചെല്ലും. എന്നിട്ട് അവൾക്ക് നടന്ന കാര്യങ്ങളെല്ലാം അവനോട് പറയുമ്പോൾ അവൻ ഈ ബോക്സിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരുന്നു. അതിനെ പറ്റിയെല്ലാം നമ്മുടെ ക്ലെയറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ 7 ആഗ്രഹങ്ങൾ നമ്മൾ ഈ ബോക്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ബോക്സ് സാധിച്ചു തരും. പക്ഷെ അവസാനം ആ ചോദിച്ച വ്യക്തിയുടെ ആത്മാവിനെ ആ ബോക്സ് എടുക്കും. അവൻ കണ്ടുപിടിച്ച എല്ലാ കേസുകളിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവരെല്ലാവരും അവരുടെ ആഗ്രഹങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം സൂയിസൈഡ് ചെയ്ത് അവരുടെ ആത്മാവിനെ ആ ബോക്സിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നതും ഇവിടെയാണ് നമ്മുടെ ക്ലെയർ പറയുന്നത്, ഞാൻ ഇപ്പൊ തന്നെ 5 ആഗ്രഹങ്ങൾ അതിനോട് ചോദിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ റയാൻ പറയും, ഇനി 2 എണ്ണം കൂടി, അങ്ങനെയാണെങ്കിൽ നീ മരണത്തോട് അടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കാരണം രണ്ടുപേരും നല്ലതുപോലെ തന്നെ പേടിച്ചിട്ട് ഇവരിപ്പോൾ തീരുമാനിക്കാൻ ആ ഒരു ബോക്സ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ആ ബോക്സ് ചുറ്റിയിൽ വെച്ച് അടിച്ചു പൊട്ടിക്കുന്നു. പൊട്ടുന്നില്ല. തീയിട്ട് കത്തിക്കുന്നുണ്ട്, കത്തിപ്പിടിക്കുന്നില്ല. ആ ബോക്സ് എന്തായാലും നശിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവൾ വിചാരിക്കും, ശരി ഇനി എന്തായാലും നാളെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ ആ ബോക്സ് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ച് റൂമിൽ കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കാണ് പോൾ എന്ന് പറഞ്ഞിട്ട് അവളുടെ കാമുകനുണ്ടല്ലോ, അവൻ ഇവളുടെ റൂമിനകത്തേക്ക് കയറി വരുന്നു. പക്ഷെ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, അവളുടെ മുന്നിൽ നിന്നിട്ട് സ്വയം അവന്റെ ശരീരം അവൻ തന്നെ വേദനിപ്പിക്കുകയാണ്. കത്തി വെച്ചിട്ട് അവന്റെ കൈ വലിച്ചു കീറുക, അതേപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യുക. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ആംബുലൻസ് എല്ലാം വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ആള് വന്ന് അവനെ ചികിത്സിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഇവർ രണ്ടുപേരും ആ ഒരു ബോക്സ് എടുത്ത് അടുത്ത കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സ് ഒന്ന് നോക്കുമ്പോൾ അതവിടെ കാണുന്നില്ല. ഇപ്പൊ ആ ബോക്സ് കാണാതായതുകൊണ്ട് തന്നെ എന്താ സംഭവിച്ചെന്നറിയോ, ക്ലെയർ ആഗ്രഹമായിട്ട് ചോദിച്ച് അവൾക്ക് നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെടുകയാണ്. അവളുടെ പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു, അവളുടെ കാമുകനെ നഷ്ടപ്പെട്ടു, അവൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുകയാണ്. അവളുടെ ആ ഒരു ആഡംബര ജീവിതം ഇതുൾപ്പെടെ. അതുകൊണ്ട് തന്നെ അവളും അവളുടെ അച്ഛനും വീണ്ടും പഴയ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട്. ഇപ്പൊ അവളുടെ പഴയ ജീവിതം ഉണ്ടല്ലോ, ആ ഒരു സൈക്കിളും ചവിട്ടി അവളുടെ അച്ഛൻ ഈ ഒരു സാധാ ജോലിക്ക് പോയിട്ട് അതേ ജീവിതത്തിലേക്ക് തന്നെയാണ് ഇവർ തിരിച്ചു വരുന്നത്. അങ്ങനെ ആകെ വിഷമിച്ചിട്ട് അവൾ സ്കൂളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ജൂൺ ഉണ്ടല്ലോ അവളുടെ കബോർഡിൽ ഈ ബോക്സ് ഇരിക്കുന്നു. അപ്പോഴാണ് ജൂൺ പറയുന്നത്, നിന്നെ ഈ ഒരു ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ക്ലെയർ പറയും, പക്ഷെ നിനക്ക് ഈ ബോക്സിനെ പറ്റി അറിയത്തില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന്, അതുകൊണ്ട് ഒരിക്കലും നീ ഇത് കയ്യിൽ വെക്കാൻ പാടില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ നിന്ന് ഈ ബോക്സ് ചോദിക്കുമ്പോൾ അവൾ കൊടുക്കാൻ തയ്യാറാവത്തില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും പിടിയും വലിയായിട്ട് ആ ബോക്സും കൊണ്ട് ഓടുന്ന സമയത്താണ് ജൂൺ ഇപ്പോൾ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുന്നു. ഓരോ താഴെ വീണ് അവൾക്ക് നല്ല പരിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ റയാൻ അവിടേക്ക് വന്ന് ക്ലെയറിനോട് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൾ ഈ ബോക്സ് എടുത്ത കാര്യം പറയും. അപ്പോൾ പറയും, ഇത് വീണ്ടും നിന്റെ കയ്യിലേക്ക് കൊണ്ടുവരരുത്, അത് അപകടമാണെന്ന് പറയുമ്പോൾ അവൾ അത് സമ്മതിക്കത്തില്ല. കാരണം അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് ജൂണിന് സംഭവിക്കാൻ വേണ്ടി അവൾ ഒരിക്കലും സമ്മതിക്കില്ല. കാരണം അവൾക്കിനി 2 ആഗ്രഹങ്ങളും കൂടി അതിൽ പറയാനുണ്ട്. അവൻ എത്ര തടയാൻ ശ്രമിച്ചിട്ടും അവൾ അതിന് തയ്യാറല്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ ക്ലെയർ ആകെ ഭ്രാന്ത് പിടിച്ച് അവളിപ്പോ ഇനി 2 ആഗ്രഹങ്ങൾ കൂടി ഉണ്ടല്ലോ, അത് ആലോചിച്ച് വേണം ചോദിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയുടെ മരണം അതൊരിക്കലും സംഭവിച്ചിട്ടില്ല, എൻ്റെ അമ്മ തിരിച്ച് ജീവനോടെ തന്നെ വരണമെന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. അവളുടെ അമ്മ ജീവനോടെ തന്നെ തിരിച്ചു വരുന്നു. ഇപ്പൊ അതെല്ലാം തിരിച്ച് സംഭവിച്ച് അവൾ അവളുടെ അമ്മയെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവൾക്ക് 2 സഹോദരിമാരുണ്ട്. അവരെല്ലാവരെയും കണ്ട് അവളുടെ ജന്മദിനം ഇതെല്ലാം നല്ലപോലെ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലെയർ സന്തോഷത്തോടെ തന്നെ ആ വീട്ടിൽ കഴിഞ്ഞിട്ട് അവളുടെ അമ്മ വരച്ച ഡ്രോയിങ്ങുകളെല്ലാം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അവൾ കാണുന്നത്. കാരണം അതിനൊന്നില് ഈ ശാപമുള്ള ബോക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവളുടെ അമ്മയും ഈ ബോക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ കണ്ടല്ലോ ക്ലെയറിന്റെ അമ്മ സൂയിസൈഡ് ചെയ്യുന്നത്.
അതിന് കാരണം ഈ ബോക്സ് അവർ ഉപയോഗിച്ചതുകൊണ്ടാണ്. ഈ സത്യം അവൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബോക്സ് അവളുടെ ഫാമിലിയെ മൊത്തമായിട്ട് ഇല്ലാണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി. അതേസമയം ഈ ബോക്സ് വീണ്ടും അവളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ക്ലെയറിന്റെ അച്ഛൻ വെളിയിൽ നിന്ന് മറ്റൊരു ജോലിക്കാരനെ വെച്ച് ഈ മരം ഇങ്ങനെ മുറിക്കുകയാണ്. ആ സമയത്ത് എന്തോ ഒരു അപകടം അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ക്ലെയറിന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയ ക്ലെയർ ഓടി താഴേക്ക് വരുന്നു. കാരണം ആ ഒരു മെഷീൻ മുകളിലിരിക്കുകയാണല്ലോ. അവൾ ഓടി വന്നിട്ട് അവളുടെ അച്ഛനെ വിളിക്കാനായിട്ട് വരുമ്പോൾ അതിന് മുന്നേ തന്നെ മുകളിൽ നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ആ ഒരു മെഷീൻ താഴേക്ക് വീണ് അവളുടെ അച്ഛന്റെ കഴുത്ത് മുറിഞ്ഞ് അയാൾ അവിടെ വെച്ച് മരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ക്ലെയർ തിരിച്ച് വീടിനടുത്തേക്ക് തന്നെ ഓടി വരും. എന്നിട്ട് അകത്തേക്ക് കയറിയിട്ട് ആ ബോക്സ് എടുത്ത് വീണ്ടും ഒരാഗ്രഹം കൂടിയുണ്ട്. അത് പറയാണ്, ഈ ബോക്സ് എനിക്ക് എപ്പോഴാണോ കിട്ടിയത് അതിന് മുന്നേയുള്ള സമയത്തിലേക്ക് തിരിച്ചു പോകും. അതാണ് എനിക്കിപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത്. ക്ലെയർ ഇപ്പോൾ വീണ്ടും പാസ്റ്റിലേക്ക് പോവാണ്. എന്താന്ന് വെച്ചാല് അവളുടെ അച്ഛന് ഈ ബോക്സ് ഇതുവരെയും കിട്ടിയിട്ടില്ല. അവളുടെ കയ്യിലും ആ ബോക്സ് കിട്ടിയിട്ടില്ല. ഇപ്പൊ നോക്കുമ്പോൾ അവളുടെ ഡോഗ് മാക്സ് ഉണ്ടല്ലോ, അത് ജീവനോടെ ഉണ്ട്. കാരണം പാസ്റ്റിലേക്ക് പോയത് കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ല. അവൾ സന്തോഷത്തോടെ തന്നെ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ ആ ഒരു ആന്റി അവർ ജീവനോടെ ഉണ്ട്. എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഇപ്പൊ അവൾ ഫോൺ എടുത്തിട്ട് അവളുടെ സുഹൃത്തിനെ വിളിച്ചു നോക്കുമ്പോൾ അവൾ ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലെയറിന് അത്രയും സന്തോഷമായിട്ട് അവൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നേരെ വീട്ടിലേക്ക് വന്ന് അവളുടെ അച്ഛൻ ആ ഒരു ബോക്സ് കണ്ടുപിടിച്ച സ്ഥലമുണ്ടല്ലോ, ഈ ട്രാഷ്, അവിടേക്ക് ചെന്നിട്ട് അവൾ ആ ബോക്സ് ഇങ്ങനെ നോക്കാണ്. നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്നും ആ ബോക്സ് കിട്ടുന്നുണ്ട്. അങ്ങനെ ആ ബോക്സ് എടുത്തിട്ട് ഇത്തവണ അത് എന്തായാലും യൂസ് ആയിട്ടില്ല, അത് പൊടി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ആ ബോക്സ് എടുത്ത് തന്റെ ബാഗിൽ വെച്ച് നേരെ സ്കൂളിലേക്ക് പോകും. എന്നിട്ട് അവളുടെ സൈക്കിളെല്ലാം അവിടെ ലോക്ക് ചെയ്ത് വെച്ച് നേരെ റയാന്റെ അടുത്തേക്ക് പോകും. എന്നിട്ടാണ് അവന്റെ കയ്യിൽ ഈ ബോക്സ് കൊടുത്തിട്ട് ഇതൊരിക്കലും നീ ഓപ്പൺ ചെയ്യരുത്, കാരണം ഇതൊരു എന്നെല്ലാം അവനോട് പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, അവനും അവന്റെ സഹോദരിക്കും ഈ ഒരു ബോക്സിനെ പറ്റി അറിയാവുന്നത് കൊണ്ടല്ല ഇനി അവർ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നത്. ഇപ്പൊ ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് റയാന് മനസ്സിലാവുന്നില്ല ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്ലെയർ പോകുന്നതിന് മുന്നേ ഓടി വന്ന് അവനൊരു ഉമ്മ കൊടുക്കും. കാരണം അവൾ എന്തോ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സന്തോഷത്തിൽ അവൾ അവിടെ നിന്നും റോഡ് മുറിച്ച് സ്കൂളിലേക്ക് നടക്കുന്നതും പെട്ടെന്നൊരു വണ്ടി വന്നിട്ട് നമ്മുടെ ക്ലെയറിനെ ഒരു ഒറ്റയിടി അവൾ തെറിച്ച് താഴേക്ക് വന്ന് വീണ് അവൾ അവിടെ വെച്ച് മരിക്കുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചെന്നല്ലേ, ആ ബോക്സിനോട് അവൾ 7 ആഗ്രഹങ്ങൾ ചോദിച്ചു. 7 ആഗ്രഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ചോദിക്കുന്ന ആളുടെ ആത്മാവിനെ ആ ബോക്സ് എടുക്കും. അതുകൊണ്ടാണ് ക്ലെയറിനെ ആ ബോക്സ് കൊന്നത്. അങ്ങനെ ക്ലെയറിന്റെ ആത്മാവിനെ ആ ഡീമൻ എന്തായാലും എടുത്തു. ഇപ്പൊ അവസാനത്തെ ആ ഒരു ആഗ്രഹം ചോദിച്ചുകൊണ്ട് അവള് ബാക്കിയുള്ള എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുമായിരുന്നു. അതോടെ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഇതുപോലൊരു ബോക്സ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് എന്തൊക്കെ ആഗ്രഹങ്ങൾ ചോദിക്കും? അതിന്റെ റൂൾസ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ മരിക്കാതെ രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയുള്ള ആഗ്രഹമായിരിക്കും ചോദിക്കുന്നത്? അതുകൊണ്ട് തന്നെ 7ാമത്തെ അവസാനത്തെ ആ ഒരു ആഗ്രഹം അതെന്തായിരിക്കും ചോദിക്കുന്നത്? ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചോ, നിങ്ങൾ ബാക്കി എല്ലാ ആഗ്രഹങ്ങളും ചോദിച്ചു, അത് കഴിഞ്ഞ് 7ാമത്തെ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മരണപ്പെടരുത്. ആ ആഗ്രഹം എന്തായിരിക്കും എന്ന് ഇന്റലിജന്റ് ആയിട്ട് ബുദ്ധിപൂർവ്വം കണ്ടുപിടിച്ച് കമന്റ് ചെയ്തേക്കുക. നമുക്ക് നോക്കാം ആർക്കാണ് ഇത്തിരി ബുദ്ധിയുള്ളതെന്ന്. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.